മയം എന്ന ചിത്രത്തോടെ തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ചുവടെടുത്തു വെച്ച മോഹൻലാൽ ഇപ്പോൾ തെലുങ്കു നാട്ടിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. വിസ്മയത്തിന് ശേഷം മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ തെലുങ്കു ചിത്രമാണ് ജനതാ ഗാരേജ്. ജൂനിയർ NTRഉം മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമ 150 കോടിയും കടന്ന് മുന്നേറിയതോടെ മോഹൻലാലിന്റെ താരമൂല്യം കുത്തനെ ഉയരുകയായിരുന്നു. ഇപ്പോൾ തെലുങ്ക് പ്രേക്ഷകർക്ക് മോഹൻലാൽ സിനിമ മതി. ജനതാ ഗാരേജിന്റെ വിജയത്തിന് ശേഷം നിരവധി ഓഫറുകളാണ് താരത്തിന് ലഭിക്കുന്നത്. ജൂനിയർ NTRന് കേരളത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സംവിധായകൻ മോഹൻലാലിനെ ജനതാ ഗാരേജിൽ അഭിനയിപ്പിച്ചത്. എന്നാൽ സംഭവം തിരിച്ചായിരുന്നു നടന്നതെന്ന് മാത്രം. മോഹൻലാലിന് തെലുങ്കിൽ ആരാധകർ വർദ്ധിച്ചു. കൊരട്ടാല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലേക്കും മോഹൻലാലിനെ അഭിനയിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. രാംചരൺ നായകനാകുന്ന ചിത്രത്തിൽ മോഹൻലാലിന് പ്രധാനപ്പെട്ട റോൾ ആണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രേക്ഷകരും നിർമ്മാതാക്കളും ആവശ്യപ്പെടുന്നത് മോഹൻലാലിനെയാണ്. ഇതോടെ വെട്ടിലായത് പാവം സംവിധായകരും. ലാൽ നായകനായാൽ ചിത്രം പെട്ടെന്ന് 100 കോടിയും 200 കോടിയും കടക്കും എന്നാണത്രേ ഇപ്പോൾ നിർമ്മാതാക്കളുടെയും പ്രേക്ഷകരുടെയും വിശ്വാസം. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.